ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഓൺ വോയിസ് വീഡിയോസൊക്കെ ഇട്ട് പ്രതികരണ വീഡിയോസൊക്കെ ഇടുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയല്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഈ സമൂഹത്തിൽ തന്നെ ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പ്രതികരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ. അതിലൊന്ന് ഈ അടുത്ത ഇടയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽ വന്നു. അപ്പം എൻ്റേതായിട്ടുള്ള ഒരു ചെറിയ അഭിപ്രായം എനിക്കതിൽ പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. മുഴുവനും കേട്ട് കഴിഞ്ഞിട്ട് പ്രേക്ഷകരായ നിങ്ങളിപ്പം എന്നെപ്പോലെ തന്നെയാണ് നിങ്ങളും ചിന്തിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻസ് ഇടാം. ഓക്കെ. വിഷയം ഇത്രയാണ്. റീസെൻ്റ്ലി ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ന്യൂസാണ്. നമ്മുടെ പ്രശസ്ത നടനും രാഷ്ട്രീയ പ്രവർത്തകനൊക്കെയായ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണ എന്ന് പറയുന്ന ആ വ്യക്തി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. പുള്ളിക്കാരിയുടെ മദർ ഇൻ ലോയെക്കുറിച്ചാണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത്. അതായത് പക്ഷേ മെയിനായിട്ട് പുള്ളിക്കാരി അതിൽ പറഞ്ഞിരിക്കുന്നത് അമ്മ എന്നുള്ളൊരു വാക്കിനെക്കുറിച്ചാണ്. അതായത് അമ്മ എന്ന് വിളിക്കേണ്ടത് നമ്മുടെ സ്വന്തം അമ്മയെ അല്ലാതെ പുള്ളിക്കാരി അമ്മ എന്ന് വിളിക്കുന്ന ഒരിതിനോട് പുള്ളിക്കാരിക്ക് യോജിപ്പില്ല. പുള്ളിക്കാരിയുടെ അഭിപ്രായമാണ് പുള്ളിക്കാരി പറഞ്ഞത്. നമ്മൾ എന്ത് വിളിക്കുന്നു എന്നുള്ളതല്ല. പുള്ളിക്കാരിയുടെ അമ്മ സിന്ധു കൃഷ്ണയെ അല്ലാതെ സ്വന്തം ഹസ്ബൻഡിൻ്റെ അമ്മയെപ്പോലും അമ്മ എന്ന് വിളിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിൽ പുള്ളിക്കാരി പറയുന്നൊരു വിഷയമുണ്ട്. വഴിയെ പോകുന്നവരെ അല്ലെങ്കിൽ എല്ലാവരെയും അങ്ങനെ അമ്മയെന്ന് വിളിക്കണമെന്നില്ലല്ലോ. ഫ്യൂച്ചറിൽ അവരുടെ കുഞ്ഞ് പുള്ളി മാരേജായിട്ട് പുള്ളിയുടെ അമ്മയെ പുള്ളി അമ്മ എന്ന് വിളിച്ചാൽ അത് ദിയ കൃഷ്ണയ്ക്ക് സഹിക്കില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ അമ്മ എന്ന് പറയുന്ന വാക്കിന് നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ അമ്മ എന്ന് വിളിക്കുമ്പോൾ അതിനെ പരിഷ്കരിച്ച് നമ്മൾ മമ്മി, മോം, അങ്ങനെ പല പരിഷ്കാര രീതികളിലോട്ടൊക്കെ അത് മാറിയെങ്കിലും അമ്മ തന്നെയാണല്ലോ. അമ്മ എന്ന് പറയുന്ന ആ ഒരു വാക്കിനൊരു അത്രയും വലിയൊരു മഹത്വമുള്ള ഒരു വേർഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് അത്രയും വാല്യൂ ഉണ്ട്. അമ്മ എന്ന് പറയുന്ന വ്യക്തിക്ക് തന്നെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ, ഈ സമൂഹത്തിൽ അത്രയും നമ്മൾ വില കൊടുക്കുന്ന ഒരു സ്ഥാനമാണ് അമ്മ എന്ന് പറയുന്നത്. ഒരു സ്ത്രീ ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായ ഒരു സ്ത്രീ ആകുന്നത് അവൾ അമ്മയാകുമ്പോഴാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഭാഗ്യം ഉണ്ടാകണമെന്നില്ല. ഒരമ്മയാകാൻ പറ്റാത്ത എത്രയോ സ്ത്രീകൾ, പെണ്ണുങ്ങൾ ആ ഒരു വിഷമത്തിൽ ജീവിക്കുന്ന എത്രയോ പേരുണ്ട് അമ്മ എന്നൊരു വിളി കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു പ്രൊഫഷൻ, ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഡിമെൻഷ്യ അൽഷൈമേഴ്സിൻ്റെയൊക്കെ സീനിയർ കെയർ സെൻറ്ററിലാണ് സിംഗപ്പൂരിൽ. അപ്പം ഞാനൊരു പ്രോഗ്രാം എക്സിക്യൂട്ടീവാണ് ഡിമെൻഷ്യ കെയർ സെൻറ്ററിൻ്റെ. പ്ലസ് ബേസിക്കലി ഞാനൊരു നഴ്സിംഗ് ഡിഗ്രി ഉള്ള ആളാണ്. അപ്പോൾ ഈ വയസ്സായ ഒരുപാട് അമ്മമാരെയും അച്ഛന്മാരെയും ഓർമ്മക്കുറവുള്ളവരെ, അവരുടെ ഡെയിലി അവരുടെ ഓരോ ആവശ്യങ്ങൾ സ്വയം നിർവഹിക്കാൻ കഴിയാതെ അവർക്ക് നമ്മളുടെ സ്റ്റാഫും നമ്മുടെ ടീമുമാണ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ഇതാണ്. അവിടെ വരുന്ന പല റേസിലുള്ള പലതരത്തിലുള്ള അമ്മമാരുണ്ട്. ചൈനീസ്, മലേഷ്യൻസ്, സിംഗപ്പൂരിയൻസ്, ഇന്ത്യൻസ്, മലയാളീസ്. അപ്പം ഈ അമ്മമാരെയൊക്കെ ഞങ്ങളുടെ അമ്മമാരായിട്ടാണ് കാണുന്നത്. അവരെ ഞങ്ങൾ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അവർക്ക് ആ ഒരു വിളി കേൾക്കുമ്പോൾ അവർക്കും സന്തോഷമാണ്. അങ്ങനെയല്ലാതെ അവരെ മറ്റെന്താ ഞങ്ങൾ വിളിക്കുക? മിസ്, മാഡം എന്നൊക്കെ ഒരു 60 വയസ്സ് തുടങ്ങി 100-ന് മേലെ പ്രായമുള്ള അമ്മച്ചിമാരും ഉണ്ട് ഞങ്ങളുടെ സെൻറ്ററിൽ. ഞങ്ങൾ അവരെയൊക്കെ അമ്മ എന്നാണ് വിളിക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാനിങ്ങനെ രേഖപ്പെടുത്തുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അമ്മമാരെ പോലും ഞാൻ അവിടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ, എന്താ അമ്മേ സുഖമാണോ, ഞാൻ ഇത്രയും നാൾ വരെ എൻ്റെ ഈ ഒരു ജീവിതത്തിൽ ഇത്രയും കാലം വരെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയാലും അവരുടെ അമ്മമാരെ പോലും ഞാൻ ആൻറ്റി എന്ന് വിളിക്കുന്നത് എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ എല്ലാവരെയും, ഇപ്പോൾ എനിക്ക് മുസ്ലിംസ് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ പല മതവിഭാഗത്തിലും ഒക്കെ ഉള്ളവർ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവിടെ പോയാൽ അവർ വിളിക്കുന്ന പോലെ ഉമ്മയെ ഉമ്മ എന്നാണ് വിളിക്കണേ, അമ്മയെ അമ്മ എന്നാണ് വിളിക്കണേ. അപ്പോൾ ആരെങ്കിലും അവരുടെ അമ്മയെ മമ്മി എന്ന് വിളിച്ചാൽ ഞാൻ അവരെ മമ്മി എന്നാണ് വിളിക്കുന്നത്. കാരണം അതൊരു സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ നമ്മൾ ഈഗോ കാണിച്ചിട്ടോ അഹങ്കാരം കാണിച്ചിട്ടോ ഒന്നും നമുക്ക് നേടാനില്ലല്ലോ. അതൊന്നാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, മിസ് ദിയ കൃഷ്ണ അവർ ഏത് മതവിഭാഗത്തിലാണ് വിശ്വസിക്കുന്നതായിരുന്നാലും
ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ ജനിച്ച് വളർന്ന് ആ വിശ്വാസം ഇത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എല്ലാ മതവിഭാഗത്തിലുള്ള സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ പള്ളിയിൽ, ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങളുടെ ഒരു രീതി അനുസരിച്ച് യേശു ക്രിസ്തുവിൻ്റെ അമ്മ മറിയത്തിനെ ഞങ്ങൾ അമ്മേ മാതാവേ എന്നാണ് വിളിക്കുന്നത്. രണ്ടും അമ്മ എന്ന് പറഞ്ഞാലും മാതാവെന്ന് പറഞ്ഞാലും ഒരർത്ഥം തന്നെയാണ്. തിരുവനന്തപുരത്ത് വെട്ടുകാട് ചർച്ച്, അതാണ് എൻ്റെ പാരിഷ്. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് അന്യമതസ്ഥർ വന്ന് അവിടുത്തെ നൊവേന കൂടുന്നതും പ്രാർത്ഥിക്കുന്നതും കണ്ടുണ്ട്. ഒരുപാട് പേര് വന്ന് വിളിക്കുന്ന വിളി അമ്മേ മറിയമേ, അമ്മേ മാതാവേ എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ദിയാകൃഷ്ണയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്നും കൂടെ രേഖപ്പെടുത്തിയാൽ കൊള്ളാം. നമ്മൾ മാതാവ് നമ്മുടെയൊക്കെ വിശ്വാസം അനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ അമ്മയാണല്ലോ, നമ്മളതിനാ പുള്ളിക്കാരി അമ്മയെന്ന് വിളിക്കുന്നത്, മാതാവി എന്ന് വിളിക്കുന്നത് അല്ലേ. അതുപോലെ നമ്മളിപ്പം ഹൈന്ദവ ആചാരമനുസരിച്ചുള്ള ടെമ്പിളിൽ നമ്മൾ പ്രെയറിന് ഞാൻ പോയിട്ടുണ്ട്. കാരണം എൻ്റെ സുഹൃത്തുക്കൾ അവരുടെ കൂടെ ഇവിടെ സിംഗപ്പൂരിലായിരുന്നു ഞങ്ങൾ ടെമ്പിൾ ഫെസ്റ്റിവലിന് പോകാറുണ്ട്, ടെമ്പിളിൽ പോകാറുണ്ട്. അവിടെ പോയി ഞാൻ എൻ്റെ കൂട്ടുകാരിൽ നിന്ന് ഞാൻ പ്രെയർ പഠിച്ചിട്ടുണ്ട്. അവർ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെയും അമ്മേ നാരായണ, ദേവി നാരായണ, അവിടെയും അമ്മയെന്ന് നമ്മൾ പറയുന്നുണ്ട്. ദേവീ സങ്കല്പം, ദേവിയെ നമ്മൾ അമ്മേ നാരായണ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഐ ഡോണ്ട് നോ ഇഫ് ഞാനിപ്പോൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ നമ്മൾ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ആ ഒരു വാക്ക് തന്നെ നമ്മളവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വാക്കിന് തന്നെ നല്ലൊരു വാല്യൂ ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ദിയാകൃഷ്ണയെ ഞാൻ കുറ്റം പറയില്ല. കാരണം പുള്ളിക്കാരിയുടെ ഇപ്പം നമ്മൾ ജനിക്കുന്നത് നമ്മളെ പാരൻസിനോട് ഞാൻ ജനിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടല്ലല്ലോ. പാരൻസിന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ ഉണ്ടാക്കണം എന്നുള്ളത് പാരൻസിൻ്റെ തീരുമാനമാണ്. അപ്പോൾ അവരുടെ തീരുമാനം അനുസരിച്ച് അവർ മക്കളെ ജനിപ്പിച്ചു. അപ്പോൾ അവരെ തെറ്റും ശരിയും നന്മയും തിന്മയും സമൂഹത്തിനോടുള്ള ചില ബാധ്യതകൾ, കടപ്പാടുകൾ പറഞ്ഞു കൊടുത്ത് വളർത്തേണ്ടത് പാരൻസാണ്. അപ്പം അവരതിൽ ഫെയിൽ ആയതുകൊണ്ടായിരിക്കാം അവരുടെ മക്കൾ, ഇതിപ്പം ഈ ഒരു പുള്ളിക്കാരുടെ കാര്യമല്ല, അവരുടെ ഫാമിലിയിൽ അവരുടെ മക്കളുടെ കുറച്ച് ഇഷ്യൂസ് അവിടെ ഇവിടെ നമ്മളിങ്ങനെ ഓരോ വേറെ ടോപ്പിക്കായിട്ട് കേൾക്കുന്നുണ്ട്. സോ പാരൻസ് ഫെയിൽ ആകുന്നിടത്താണ് മക്കളിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. വൺ തിങ്. സെക്കൻഡ് തിങ്, നമ്മൾ സൊസൈറ്റിയിലുള്ളവർ, ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹം തെറ്റുകളാണെങ്കിൽ നമ്മളത് എടുത്ത് പറയും. പക്ഷേ അത് തെറ്റാണെന്ന് തോന്നിയാൽ അവർ സ്വയം തിരുത്തട്ടെ. അവരതിനൊരു മറുപടി, അവരേത് സോഷ്യൽ മീഡിയയിൽ കൂടെയാണോ ഇത് പറഞ്ഞിരിക്കുന്നത് അവിടെ തന്നെ വന്ന് അവരൊരു മറുപടി കൊടുക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പുള്ളിക്കാരി ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ നമുക്ക് എന്തും പറയാനും തീരുമാനിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ് നമ്മുടെ നാട്. മറ്റ് കൺട്രീസ് പോലെ അല്ലല്ലോ. അപ്പം നമ്മളുടെയൊക്കെ സ്വാതന്ത്ര്യങ്ങൾ കുറച്ച് കൂടി പോകുമ്പോഴാണ് നമുക്ക് എന്തും പറയാം. സോഷ്യൽ മീഡിയ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിന് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മുടെ എത്രയോ കൊച്ചു മക്കൾ അത് സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് പ്രായമായവർ, കുഞ്ഞു മക്കൾ. അപ്പം അതുവഴി ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഡെയിലി ദിനം പ്രതി നമ്മൾ സോഷ്യൽ മീഡിയയിലും ചാനൽ ന്യൂസുകളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് എന്തും വിളിച്ച് പറയാം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള സമൂഹം നമുക്ക് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ദിവസം എത്ര പേരെയാണ് നമ്മൾ അമ്മ എന്ന് വിളിക്കുന്നതെന്ന് അറിയില്ല. ആ വാക്കിനൊരു വിലയുണ്ട്. പുള്ളിക്കാരി അത് പറഞ്ഞത് എന്തിലാണെന്ന് പുള്ളിക്കാരിയുടെ ഒരു ചിന്താഗതി, പുള്ളിക്കാരിയുടെ ഒരു ഇഷ്ടത്തിന് പുള്ളിക്കാരി അത് പറഞ്ഞു. പക്ഷേ അതൊരു നല്ല ഒരു രീതിയല്ല എന്നേ നമുക്ക് പറയുന്നത്. അപ്പോൾ നമ്മളുടെ പേഴ്സണൽ അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്തുന്നതേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ഇടാം, ലൈക്ക് ഇടാം, ഷെയർ ഇടാം. എനിവേ, താങ്ക് യു സോ മച്ച്.